ജനകീയാസൂത്രണത്തിന്റെ 30ാം വാർഷികത്തിനോടനുബന്ധിച്ച് പുതിയവിള ദേശാഭിമാനി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിൽ കണ്ടല്ലൂർ അറ്റ് 2035 എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി.എസ്. താഹ ഉദ്ഘാടനം ചെയ്തു. ജനകീയാസൂത്രണത്തിന്റെ 30ാം വാർഷികത്തോടനുബന്ധിച്ച് പുതിയവിള ദേശാഭിമാനി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിൽ കണ്ടല്ലൂർ അറ്റ് 2035 എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി.എസ്. താഹ ഉദ്ഘാടനം നിർവഹിച്ചു. ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെ നാം ഉദ്ദേശിച്ച അന്തസ്സത്തേക്ക് ഇടയ്ക്ക് ചോർന്നു പോയിട്ടുണ്ട്. പക്ഷെ അടിസ്ഥാന കാഴ്ചപ്പാടിൽ ഒരു മാറ്റവും വരുത്താൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരവും പണവും പകർന്നു കൊടുത്തത് ഈ പ്രസ്ഥാനം ഉള്ളതുകൊണ്ടാണ്. ചെറിയ കാര്യമല്ല. രാജ്യത്തിന്റെ ഭരണഘടനയിൽ 72, 73 ഭരണഘടനാ ഭേദഗതി കേരളത്തിൽ മാത്രമുള്ളതല്ല, ഇന്ത്യയിലെ ഭരണഘടനയാണ്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത്. 72, 73 ഭരണഘടനാ ഭേദഗതി. ഈ ഭരണഘടനാ ഭേദഗതി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആപ്ലിക്കബിൾ ആണ്, ബാധകമാണ്. പക്ഷെ എന്തുകൊണ്ട് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത്ര കരുത്തുണ്ടായി? ആലോചിക്കുന്ന കാര്യമാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് വിനിയോഗിക്കുന്ന പണത്തിന്റെ 40% തുക കൊടുക്കണം. ആകെ പണം 100 രൂപയാണെങ്കിൽ 40 രൂപ പഞ്ചായത്ത്, ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിയിലും ഇവരാണ് ചെലവഴിക്കുന്നത്. അപ്പൊ പണവും അധികാരം കൊടുത്തു. ലൈബ്രറി വൈസ് പ്രസിഡന്റ് എസ്.ഡി. സലിംലാൽ അധ്യക്ഷനായി. മനോജ് കെ പുതിയവിള വിഷയാവതരണം നടത്തി. അതിനെ ഇന്ത്യയിലേക്ക് ഇന്ത്യ രൂപം കൊണ്ടതിന് തൊട്ട് പിന്നാലെ, ഇന്ത്യ സ്വതന്ത്രമായതിന് തൊട്ട് പിന്നാലെ തന്നെ ആ പ്രക്രിയ നമ്മൾ സ്വീകരിക്കുകയും പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പാക്കുകയും ചെയ്തിരുന്നു. ആ പദ്ധതികളിലെല്ലാം ആസൂത്രണം നിർവഹിക്കുന്നത് ഒന്നുകിൽ കേന്ദ്രത്തിലുള്ള പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ സംസ്ഥാനത്തുള്ള പ്ലാനിംഗ് ബോർഡ് തുടങ്ങിയ സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് ഒരേ തരം പരിപാടിയാണ്. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കും ജമ്മു കാശ്മീരിനും കേരളത്തിനും തമിഴ്നാടിനും ഗുജറാത്തിനും എല്ലാ സ്ഥലങ്ങൾക്കും ഒരേ പരിപാടി. എല്ലാവർക്കും ഒരേ ഉടുപ്പ് തയ്പ്പിച്ച് കൊടുത്താൽ, പല വലിപ്പമുള്ള ആൾക്കാർക്ക് ഒരേ ഉടുപ്പ് തയ്പ്പിച്ച് കൊടുക്കുന്ന പോലുള്ള ഒരു ആഭാസമായിരുന്നു ആസൂത്രണ പ്രക്രിയ. ഓരോ നാടിനും ചേർന്ന ആസൂത്രണം എന്നത് ഓരോ നാടിൻ്റെയും സവിശേഷതകൾക്ക്, അവരുടെ ആവശ്യങ്ങൾക്ക്, അവരുടെ സംസ്കാരത്തിന്, അവരുടെ ജനങ്ങളുടെ അവസ്ഥയ്ക്ക് ഒക്കെ അനുസരിച്ചുള്ള ആസൂത്രണം എന്നത് അന്ന് പ്രായോഗികമായിരുന്നില്ല. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ മുതൽ പദ്ധതിയുടെ ഒരു നയരേഖയുണ്ടാവില്ല. ആ പുസ്തകമാണ്. അതിൽ ഓരോ അധ്യായം അത് അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ചുണ്ടാവും. എല്ലാ തവണയും മുടങ്ങാത്ത ഒരു ചടങ്ങ് പോലെ ഈ അധികാര വികേന്ദ്രീകരണം ഈ പുസ്തകത്തിൽ ഇടം പിടിക്കുമായിരുന്നു. പക്ഷേ എവിടെയും വികേന്ദ്രീകരണം സംഭവിച്ചില്ല. മാത്രവുമല്ല, കാലാകാലം അധികാരം കൂടുതൽ കേന്ദ്രീകരിച്ചു പോകുന്നതാണ്. അഡ്വക്കേറ്റ് എൻ. വേലായുധൻ പിള്ള, ഡോക്ടർ ഉഷ, മനോഹരൻ ആചാരി, എസ്. രാജേഷ്, കെ. എസ്. ഷില്ലി, വി. അശ്വതി, കെ. സുരേന്ദ്രബാബു എന്നിവർ സംസാരിച്ചു. സി.ഡി. നെറ്റ് ന്യൂസ്, കായംകുളം.